ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു UPSC മെന്റർ മലയാളം. ഇന്ന് വരാനിരിക്കുന്ന LDC എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 മുൻവശ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോവാം. ചോദ്യം: കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? ഉത്തരം നെയ്യാർ. ചോദ്യം: കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? ഉത്തരം നെയ്യാർ. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിക്കപ്പെടാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? ഉത്തരം ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? ഉത്തരം ഹിമാദ്രി. ചോദ്യം: ഡൽഹിയിൽ സുൽത്താൻ ഭരണ കാലഘട്ടത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമമേത്? ഉത്തരം അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ചോദ്യം: ഡൽഹിയിൽ സുൽത്താൻ ഭരണ കാലഘട്ടത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമമേത്? ഉത്തരം അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ചോദ്യം: വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് വംശത്തിൽപ്പെടുന്നു? ഉത്തരം തുളുവ. ചോദ്യം: വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏതു രാജവംശത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം തുളുവ. ചോദ്യം: കബനി ഏതു നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കാവേരി. ചോദ്യം: കബനി ഏതു നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കാവേരി. ചോദ്യം: ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം അസം. ചോദ്യം: ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം അസം. ചോദ്യം: കേരളത്തിലെ നിത്യഹരിതവനമായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. ചോദ്യം: കേരളത്തിലെ നിത്യഹരിതവനമായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. ചോദ്യം: പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? ഉത്തരം KM പണിക്കർ. ചോദ്യം: പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന നോവൽ രചിച്ചതാര്? ഉത്തരം KM പണിക്കർ. ഓപ്ഷൻസിൽ KN പണിക്കർ ഉണ്ട്, KM പണിക്കർ ഉണ്ട്. ആൻസർ ശ്രദ്ധിച്ച് അടയാളപ്പെടുത്തുക. ചോദ്യം: താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം കൽപ്പാക്കം, കർണാടകം. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം കൽപ്പാക്കം, കർണാടകം. താരാപൂർ മഹാരാഷ്ട്ര ശരിയാണ്. നറോറ ഉത്തർപ്രദേശും ശരിയാണ്. കൈഗ കർണാടകവും ശരിയാണ്. ശരിയല്ലാത്തത് കൽപ്പാക്കം, കർണാടകം. ചോദ്യം: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ചോദ്യം: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? ഉത്തരം 4. ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? ഉത്തരം 4. ചോദ്യം: ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം 9ാം പഞ്ചവത്സര പദ്ധതി. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ഏത്? ഉത്തരം ആശ്രയ. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ഏത്? ഉത്തരം ആശ്രയ. ചോദ്യം: ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1993. ചോദ്യം: ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1993. വിമോചന സമരം നടന്ന വർഷം? ഉത്തരം 1959. ചോദ്യം: വിമോചന സമരം നടന്ന വർഷം? ഉത്തരം 1959. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല? ഉത്തരം ഇടുക്കി. ചോദ്യം: കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല? ഉത്തരം ഇടുക്കി. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്ത്? ഉത്തരം നീതി ആയോഗ്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്ത്? ഉത്തരം നീതി ആയോഗ്. ഓപ്ഷൻസ് വളരെ കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ ശരിയായ ഉത്തരം മാർക്ക് ചെയ്യണം. ഉത്തരം എന്താണ്? നീതി
ആയോഗ്. ചോദ്യം, 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ത്? ഉത്തരം സുസ്ഥിര വികസനം. 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ത്? ഉത്തരം സുസ്ഥിര വികസനം. ചോദ്യം, ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏത്? ഉത്തരം ഇലക്ട്രോൺ. ചോദ്യം, ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏത്? ഉത്തരം ഇലക്ട്രോൺ. ചോദ്യം, ഇരുമ്പിന്റെ പ്രധാന അയിരിന്റെ പേര്? ഉത്തരം ഹെമറ്റൈറ്റ്. ചോദ്യം, ഇരുമ്പിന്റെ പ്രധാന അയിരിന്റെ പേര്? ഉത്തരം ഹെമറ്റൈറ്റ്. ചോദ്യം, പീരിയോഡിക് ടേബിളിലെ ആവർത്തന പട്ടിക അതായത് ഗ്രൂപ്പുകളുടെ എണ്ണം? ഉത്തരം 18. ചോദ്യം, പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം? ഉത്തരം 18. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആര്? ഉത്തരം ചൗ എൻ ലായി. ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആര്? ഉത്തരം ചൗ എൻ ലായി. ചോദ്യം, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? ഉത്തരം റിസർവ് ബാങ്ക്. ചോദ്യം, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? ഉത്തരം റിസർവ് ബാങ്ക്. ചോദ്യം, ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഉത്തരം 2005. ചോദ്യം, ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഉത്തരം 2005. ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ? ഉത്തരം രംഗനാഥ് മിശ്ര. ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ? ഉത്തരം രംഗനാഥ് മിശ്ര. ചോദ്യം, ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഉത്തരം 24ാം അനുച്ഛേദം. ചോദ്യം, ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഉത്തരം 24ാം അനുച്ഛേദം. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം? ബ്രസൽസ്. ചോദ്യം, യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം? ഉത്തരം ബ്രസൽസ്. 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ഉത്തരം ബഹദൂർ ഷാ രണ്ട്. ചോദ്യം, 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ഉത്തരം ബഹദൂർ ഷാ രണ്ട്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടൻ റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ഉത്തരം ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടൻ റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. താഴെ കൊടുത്തിരിക്കുന്നതിൽ തിദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദമേത്? ഉത്തരം മണ്ടത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തിദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദമേത്? ഉത്തരം മണ്ടത്തരം. തന്നിരിക്കുന്ന ചിഹ്നം ഇതാണ്. തന്നിരിക്കുന്ന ചിഹ്നത്തിന്റെ പേരെന്താണ്? ഉത്തരം ഫിത്തിക. ചിഹ്നം ഇതാണ്. തന്നിരിക്കുന്ന ചിഹ്നത്തിന്റെ പേരെന്താണ്? ഉത്തരം ഫിത്തിക. വികലമല്ലായ്മ പ്രയോഗം എന്തെന്ന് തിരിച്ചറിയുക. വികലമല്ലാത്ത പ്രയോഗം എന്തെന്ന് തിരിച്ചറിയുക. ഉത്തരം സമകാലികൻ. ചോദ്യം, വികലമല്ലാത്ത പ്രയോഗം എന്തെന്ന് തിരിച്ചറിയുക. ഉത്തരം സമകാലികൻ. ചോദ്യം, കോടിമുണ്ട് ഇതിൽ അടിവരയിട്ട പദത്തിന്റെ അർത്ഥം കണ്ടെത്തി എഴുതുക. അടിവരയിട്ട പദം കോടി, ഇതിന്റെ അർത്ഥം ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് പുതിയ. കോടിമുണ്ട് ഇതിൽ അടിവരയിട്ട പദത്തിന്റെ അർത്ഥം കണ്ടെത്തി എഴുതുക. ഉത്തരം പുതിയ. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത്? ഉത്തരം അവസാനിക്കുക. ചോദ്യം, ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത്? ഉത്തരം അവസാനിക്കുക. ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആര്? ഉത്തരം മായൻ. ചോദ്യം, ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആര്? ഉത്തരം മായൻ. ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനെ? ഉത്തരം കെ ശ്രീകുമാർ. ചോദ്യം, ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനെയാണ്? ഉത്തരം കെ ശ്രീകുമാർ. ചോദ്യം, ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്? ഉത്തരം രാജപാത. ചോദ്യം, ചെമ്മനം ചാക്കോയ്ക്ക്
കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്? ഉത്തരം രാജപാത. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. ഉത്തരം വിഴുപ്പലക്കുക. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. ഉത്തരം വിഴുപ്പലക്കുക. ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥമെന്ത്? ഉത്തരം അപ്രിയ സത്യം. ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥമെന്ത്? ഉത്തരം അപ്രിയ സത്യം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ഉത്തരം പള്ളിവാസൽ. ചോദ്യം: കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ഉത്തരം പള്ളിവാസൽ. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല? ഉത്തരം ഇടുക്കി. ചോദ്യം: കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല? ഉത്തരം ഇടുക്കി. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ചോദ്യം: കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ചോദ്യം: കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം? ഉത്തരം രാജ്യസമാചാരം. ചോദ്യം: കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം? ഉത്തരം രാജ്യസമാചാരം. ചോദ്യം: മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം വാളയാർ. ചോദ്യം: മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം വാളയാർ. ചോദ്യം: കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ. ചോദ്യം: കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ. ചോദ്യം: സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം? ഉത്തരം ബംഗളൂരു. ചോദ്യം: സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം? ഉത്തരം ബംഗളൂരു. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം? ഉത്തരം മർമഗോവ. ചോദ്യം: ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം? ഉത്തരം മർമഗോവ. ചോദ്യം: സിൽവർ വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മുട്ട. ചോദ്യം: സിൽവർ വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മുട്ട. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ചോദ്യം: കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഒന്നുകൂടി ചോദ്യവും ഉത്തരവും നോക്കാം. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? ഉത്തരം നെയ്യാർ. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? ഉത്തരം ഹിമാദ്രി. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? ഉത്തരം അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ചോദ്യം: വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം തുളുവ. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കാവേരി. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം അസം. കേരളത്തിലെ നിത്യഹരിത വനമായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളീയ സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? ഉത്തരം KM പണിക്കർ. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം കൽപ്പാക്കം, കർണാടകം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? ഉത്തരം 4. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം 9ാം പഞ്ചവത്സര പദ്ധതി. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ഏത്? ഉത്തരം ആശ്രയ. ഇന്ത്യൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1993. വിമോചന സമരം നടന്ന വർഷം ഏത്? 1959. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല? ഉത്തരം ഇടുക്കി. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്ത്? ഉത്തരം നീതി ആയോഗ്. 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഏത്? ഉത്തരം സുസ്ഥിര വികസനം. ചോദ്യം: ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏത്? ഉത്തരം ഇലക്ട്രോൺ. ഇരുമ്പിന്റെ പ്രധാന അയിര് ഏത്? ഹേമറ്റൈറ്റ്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം? 18. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായി. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ? ഉത്തരം രംഗനാഥ് മിശ്ര. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഉത്തരം 24ാം അനുച്ഛേദം. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം? ഉത്തരം ബ്രസൽസ്.
1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ഉത്തരം ബഹദൂർ ഷാ രണ്ട്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടൻ റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത്? ഉത്തരം മണ്ടത്തരം. തന്നിരിക്കുന്ന ചിഹ്നം ശ്രദ്ധിക്കുക. ചിഹ്നത്തിന്റെ പേരെന്ത്? ഉത്തരം ഭിത്തിക. വികലമല്ലാത്ത പ്രയോഗം ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം സമകാലികൻ. കോടിമുണ്ട് ഇതിൽ അടിവരയിട്ട പദത്തിന്റെ അർത്ഥം കണ്ടെത്തി എഴുതുക. ഉത്തരം പുതിയ. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഏത്? ഉത്തരം അവസാനിക്കുക. ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആര്? ഉത്തരം മായൻ. ആശാമേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനെയാണ്? ഉത്തരം കെ ശ്രീകുമാർ. ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്? ഉത്തരം രാജപാത. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തി എഴുതുക. ഉത്തരം വിഴുപ്പലക്കുക. ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥം ഏത്? ഉത്തരം അപ്രിയ സത്യം. ചോദ്യം: കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ഉത്തരം പള്ളിവാസൽ. കേരളത്തിന്റെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല? ഉത്തരം ഇടുക്കി. കേരളത്തിന്റെ മാഗ്ന കാർത്ത എന്നറിയപ്പെടുന്ന സംഭവം? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം? ഉത്തരം രാജ്യസമാചാരം. മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം വാളയാർ. കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം? ബംഗളൂരു. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം? ഉത്തരം മർമഗോവ. സിൽവർ വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മുട്ട. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.